ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ സെഷൻ. പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഒന്ന്, വീഡിയോയുടെ കീഴെ വന്നൊരു കമന്റാണ്. അങ്ങ് പറയുന്നത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. മുസ്ലിം തീവ്രവാദികളെ എങ്ങനെ അംഗീകരിക്കും, എങ്ങനെ സ്നേഹിക്കും എന്നാണ് ചോദ്യകർത്താവ് ഉന്നയിക്കുന്നത്. ഈ ചോദ്യം വിശകലനം ചെയ്യുമ്പോൾ നാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഭീകരവാദം എന്നതും തീവ്രവാദം എന്നതും ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. ഭീകരവാദം നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ പ്രധാനമായും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ്. അത് ഹിന്ദുമതത്തിന്റെ ഭാഗമായിട്ടല്ല. ഹിന്ദുമത വിശ്വാസികളായവരൊക്കെ ഭീകരന്മാരാണെന്നല്ല, ഹിന്ദുത്വ എന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി മുൻപോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ ഭീകരവാദികളായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മണിപ്പൂരിൽ നമ്മളത് കാണും, യുപിയിൽ നമ്മളത് കാണും, മധ്യപ്രദേശിൽ കാണും. ഇന്ത്യയിൽ ഒട്ടാകെ പള്ളികൾ തകർക്കുക, വിശ്വാസികളെ ആക്രമിക്കുക. മണിപ്പൂരിലൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ സഹോദരിമാരെ നഗ്നരാക്കി പെരുവഴിയിലൂടെ നടത്തി ബലാത്സംഗം ചെയ്തു. നിരവധിയായ അക്രമ പരമ്പരകൾ നമുക്ക് ഇന്ത്യയിൽ കാണാം. ഇന്ത്യൻ ജനാധിപത്യത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ മതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിന്ദുത്വ അജണ്ട രാജ്യത്ത് പ്രയോഗത്തിൽ നിൽക്കുന്നൊരു കാലമാണ്. ഇതിന് കൗണ്ടറായിട്ട് നമുക്ക് കാണാവുന്നത് ഇസ്ലാമിസ്റ്റുകളെയാണ്. ഇസ്ലാം ഭീകരവാദത്തിന് ഉപയോഗിക്കാമെന്ന രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഒരു തത്വം മുന്നോട്ട് വയ്ക്കുന്നു. ഇത് രണ്ടും ആപത്താണ്. ഇത് രണ്ടും അസഹിഷ്ണുതയുടെ മതങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമോ ഹിന്ദുവോ അല്ല അവിടെ പ്രവർത്തിക്കുന്നത് ഭീകരവാദം എന്ന ഒരു രീതിയാണ്. പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രം വിഭജിക്കാനിടയാകുന്ന, അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രമായി മാറാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച മുഹമ്മദ് അലി ജിന്ന വിശ്വാസിയായിരുന്നില്ല. ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഹിന്ദുത്വം കൊണ്ടുവന്ന സവർക്കറും ഹിന്ദു വിശ്വാസിയായിരുന്നില്ല. മതവിശ്വാസമില്ലാത്ത, ഈശ്വര വിശ്വാസമില്ലാത്ത രണ്ടുപേരാണ്. ഇനി ഹിന്ദുമതത്തിന്റെ പേരിൽ രാഷ്ട്രീയ ഹിന്ദുത്വയും ഇസ്ലാമിന്റെ പേരിൽ പൊളിറ്റിക്കൽ ഇസ്ലാമും തീവ്രവാദം എന്ന ഒരു രൂപം കൊണ്ടിരുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കിടയിലും ഭീകരവാദവും. സയനിസ്റ്റുകൾ ഇത്തരത്തിൽ ഭീകരവാദമുള്ളവരാണ്. അക്രമോത്സുകമായ രീതിയിൽ രാജ്യാധികാരം വേണമെന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ആളുകൾ ലോകത്തെമ്പാടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭീകരവാദത്തെ നമ്മൾ കാണേണ്ടത് ഒരു മതവുമായി ബന്ധപ്പെട്ടല്ല. തീവ്രവാദം എന്നത് നിക്ഷിപ്ത താല്പര്യത്തോടെ ഭരണാധികാരം കൈയാളാൻ വേണ്ടി രാഷ്ട്രീയമായി മതത്തെ ഉപയോഗിക്കുന്ന രീതിയാണ്. അത് മതവിശ്വാസത്തെ അല്ല, മതത്തിന്റെ ബാഹ്യരൂപത്തെ തങ്ങളോടൊപ്പം നിർത്തി ആ ലേബലിൽ അക്രമ പ്രവൃത്തികൾ നടത്തുന്നവർ അത് രാജ്യത്തും ലോകത്തും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതം ഭീകരവാദം പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതം തീവ്രവാദത്തിൻ്റെതാണെന്ന് പറയുക അസാധ്യമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ആരോപണമാണ്, ആക്ഷേപമാണ്. ഇനി ഇസ്ലാമിസ്റ്റുകളെ അഥവാ തീവ്രവാദികളെ ഏതെങ്കിലും തരത്തിലുള്ള, ഏത് മതത്തിന്റെ ആയാലും, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള തീവ്രവാദികളെ ആണെങ്കിലും, ഇസ്ലാമിന്റെ പേരിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം ആകുന്ന തീവ്രവാദത്തെ ആണെങ്കിലും, ക്രിസ്ത്യൻ സയനിസ്റ്റുകളെ പോലുള്ള തീവ്രവാദികളെ ആണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അവരെ സ്നേഹിക്കാതിരിക്കാൻ അതൊരു കാരണമല്ല. സ്നേഹിക്കുന്നതിന്റെ അടിസ്ഥാന ഭാവം എന്താണ്? എല്ലാവരും ദൈവമക്കളാണ്. അവർക്ക് പിഴവുകൾ പറ്റാം, മാർഗഭ്രംശം സംഭവിക്കാം, അവർ അക്രമകാരികളാകാം. അപ്പോഴും അവർ ദൈവമക്കൾ തന്നെയാണ്. മാത്രമല്ല, യേശുക്രിസ്തുവിൽ നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പൊ ആ സാഹോദര്യം എന്ന ഭാവന നമുക്കുണ്ടാകണം. മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യുന്നു എന്നതനുസരിച്ച് പ്രവർത്തിക്കുകയല്ലോ ക്രൈസ്തവ ധാർമ്മികത. ക്രൈസ്തവ ധാർമ്മികത എങ്ങനെയാണ്? നമ്മൾ പറയുന്നത് സ്നേഹമാണ്. അതുകൊണ്ട് സ്നേഹിക്കുക എന്നത് നമ്മുടെ ധർമ്മമാണ്. യേശുക്രിസ്തുവിൽ നമ്മുടെ ധർമ്മം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈശോ പറയുന്നത് തിന്മയെ എങ്ങനെ നേരിടണമെന്നാണ്. ലൂക്കാസ് സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 27-ാം തിരുവചനം പറയുകയാണ്, എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങൾ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. എങ്ങനെയാണ് തിന്മയെ നേരിടേണ്ടത്? തിന്മ കൊണ്ടാണോ? എതിർപ്പ് കൊണ്ടാണോ? നേരിടേണ്ടത് സ്നേഹം കൊണ്ടാണ്, നന്മ ചെയ്തുകൊണ്ടാണ് എന്നാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ ദ്രോഹിക്കുന്നവരെയും എതിർക്കുന്നവരെയും സ്നേഹിക്കുക എന്നതുകൊണ്ടാണ് ക്രിസ്തുവിനെ ലോകത്ത് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുക. ഇത് എൻ്റെ സ്വന്തമായ ഒരു വാക്യമല്ല, അല്ലെങ്കിൽ എൻ്റെ സ്വന്തമായ ഒരു ആശയമല്ല.
അവിടെ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ അത് എന്നെ അംഗീകരിക്കില്ല എന്നല്ല, ഞാൻ ക്രിസ്തു പറഞ്ഞ വചനമാണ് നിങ്ങളോട് പറയുന്നത്. ഈശോ പറഞ്ഞത് നിങ്ങളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാനാണ്, നിങ്ങൾക്ക് തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യാനാണ്, നിങ്ങളെ എതിർക്കുന്നവരോട് കരുണ കാട്ടാനാണ്. ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? ലോകം അപ്രകാരം ചെയ്യുന്നില്ലേ? നമ്മൾ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യണം, നമ്മൾ എതിർക്കുന്നവരോട് കരുണ കാണിക്കണം, സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് പറയുന്ന ക്രിസ്തുവാണ്. യേശുവിനെ അനുഗമിക്കുന്ന നമുക്ക് ഒരു ബാധ്യതയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പക്ഷെ പറ്റുന്നുണ്ടാവില്ല, ഹൃദയം അംഗീകരിക്കില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം മാനുഷിക പ്രകൃതം നമ്മോട് എപ്പോഴും പറയുന്നത് എതിർക്കാനാണ്. സ്വയം ഉപേക്ഷിക്കുകയും അവരിന് വേണ്ടി മരിക്കുകയും ചെയ്യുന്ന ധർമ്മത്തിലേക്ക് എത്തുക ക്രിസ്തുവിൽ മാത്രം സാധ്യമായൊരു കാര്യമാണ്. അത് എന്റെയും നിങ്ങളുടെ ശ്രമഫലമായി സംഭവിക്കുന്ന കാര്യമല്ല. 6:29 വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ഒരു കരണത്തടിക്കുമ്പോൾ മറുകരണം കാട്ടിക്കൊടുക്കുക. നിങ്ങളുടെ മേലങ്കി എടുക്കാൻ ശ്രമിക്കുന്നവന് പുറകുപ്പായം കൂടി കൊടുക്കുക. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുമ്പോൾ തിരികെ ചോദിക്കരുത്. ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം ഉപേക്ഷ വഴി പരസ്നേഹത്തിന്റെ പരിപൂർണതയിലെത്താനാണ്. ഏത് തീവ്രവാദമാണെങ്കിലും തീവ്രവാദം എപ്പോഴും മനുഷ്യത്വരഹിതമാണ്. അത് ദൈവത്തിനെതിരാണെന്നല്ല, മനുഷ്യത്വത്തിനെതിരാണ്, സഹോദരനെതിരായിട്ടാണ്. സഹോദരനെതിരാണ് തിന്മയെന്ന് അറിയുന്ന നമ്മൾ, അവർ അപ്രകാരം കുഴപ്പക്കാരാണെന്ന് പറഞ്ഞ് കുറെ ആളുകളെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ ഒരാളെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. സ്നേഹിച്ചുകൊണ്ടല്ലാതെ എതിർത്തുകൊണ്ടല്ല നാം നന്മ ചെയ്യേണ്ടത്. എതിർത്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധ്യമല്ലെന്ന വചനം പഠിപ്പിക്കുക. അപ്പൊ നമ്മളും ആരായി മാറും? നമ്മെ എതിർക്കുന്നവരെ എതിർക്കുന്നവരും, നമ്മോട് വിദ്വേഷമുണ്ടെന്ന് കരുതുന്നതുകൊണ്ട് വിദ്വേഷമുള്ളവരും ഒക്കെ ആയിട്ട് നമ്മൾ മാറുമ്പോഴും. ഇനി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീവ്രവാദം ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല. തീവ്രവാദം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തോടെ മതത്തെ ഉപയോഗിക്കുന്ന പ്രവൃത്തിയാണ്. മത തീവ്രവാദം എന്ന് പറയുന്നത് മതം അതിലെന്തെങ്കിലും ഇടപെടുന്നതല്ല, മതത്തിന്റെ ലേബലിൽ ഈ തീവ്രവാദം പ്രചരിപ്പിക്കുക. ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ? അവർ പഴയ നിയമത്തെ കൂട്ടുപിടിക്കും. യേശു ക്രിസ്തുവിനെ വിട്ടുകളഞ്ഞിട്ട് പഴയ നിയമത്തെ കൂട്ടുപിടിക്കും. എന്നിട്ട് നമുക്കെതിരായി വരുന്നവരെ നിഹനിക്കണം എന്ന അവസ്ഥയിലേക്ക് എത്തും. മതബോധം എപ്പോഴും പഠിപ്പിക്കുന്നതാണ് അനിഹിലേഷൻ ഓഫ് ദി അതർ, പരിവർജകത്വം. ഇത് മതത്തിന്റെ കൂടെ ഉള്ളതാണ്. ഈ പരിവർജക സ്വഭാവത്തെ എടുത്തിട്ട് ജീവിതത്തിൽ പ്രയോഗിക്കുന്നവരാണ് മിക്കവാറും തീവ്രവാദികൾ. അത് മതത്തിന്റെ പേരിലായാലും ഭാഷയുടെ പേരിലായാലും വംശീയതയുടെ പേരിലായാലും ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ള തീവ്രവാദമെല്ലാം, ഭീകരവാദമെല്ലാം ഇപ്രകാരം അസഹിഷ്ണുതയുടെ, അക്രമാസക്തതയുടെ പ്രതിരൂപങ്ങളായി മാറിയവയാണ്. അതുകൊണ്ട് ഒരു തീവ്രവാദത്തെ എതിർക്കാൻ അവരെ നിരാകരിക്കുക അല്ലെങ്കിൽ അവരെ നിഹനിക്കുക എന്ന നിലയിലേക്ക് എത്തുമ്പോൾ അവരെ അകറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ പരിവർജകത്വം തമ്മിലും വരും. അതും ഒരു കൊലപാതകമാണ്. ജീവൻ കൊടുക്കുന്നതിന് വിരുദ്ധമാണ് സ്നേഹിക്കാതിരിക്കൽ. സ്നേഹിക്കാത്തവനോ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാതെ പോകുമ്പോൾ നമ്മൾ മരണത്തിലായി പോകുന്നുണ്ട് എന്ന പരമാർത്ഥം നമ്മൾ ഓർക്കണം. ക്രിസ്തു പറഞ്ഞ പാഠമാണ് നമുക്ക് ജീവിതത്തിൽ ദർശനമായിട്ടുണ്ടാകേണ്ടത്. മറ്റുള്ളവർ എപ്രകാരമാണെന്ന് വിധിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ നടക്കുന്നതിന് പകരം നാം എപ്രകാരം ലോകത്തിന് പ്രകാശമായിട്ട് മാറും, നമ്മൾ അങ്ങനെ സ്നേഹം പ്രഖ്യാപിക്കും. ആ ഒരു നിലയ്ക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ആശയപരമായ കാര്യങ്ങളെ ആശയം കൊണ്ട് നമുക്ക് എതിർക്കാം. പക്ഷേ ആശയപരമായി അവയെ നേരിടേണ്ടതിന് പകരം ഹൃദയം കൊണ്ട് അവരെ അകറ്റുക എന്ന നിലപാടുണ്ടാകാൻ പാടില്ല. ഒരു ആശയത്തെ എതിർക്കാം, ആളെ എതിർക്കരുത്. പല ആശയഗതികൾ ലോകത്തുണ്ട്. ഭീകരവാദത്തിന്റെ, ഫാസിസ്റ്റ് സ്വഭാവത്തിന്റെ, കുത്തകവൽക്കരണത്തിന്റെ ഒക്കെ നിരവധിയായ സ്വഭാവങ്ങൾ, ആശയപരമായ വൈരുദ്ധ്യമുള്ള കാര്യങ്ങൾ. എനിക്കും നിങ്ങൾക്കും തമ്മിൽ ആശയപരമായ പല വൈരുദ്ധ്യങ്ങളുണ്ടാകാം, പല താല്പര്യങ്ങളുണ്ടാകാം. അവ രണ്ടായിരിക്കുമ്പോഴും നമ്മൾ ഒന്നാണ് എന്ന് വരുന്നത് ക്രിസ്തുവിലാണ്. അവൻ ശത്രുതര മതിലുകൾ തകർക്കുകയും ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ചെയ്തു. എഫേസ്യർ 2:14 പറയുന്നത് ദൈവവുമായുള്ള ശത്രുതയിലായിപ്പോയ മനുഷ്യനെ അതിൽ നിന്ന് വീണ്ടെടുക്കുന്ന പ്രവൃത്തി മാത്രമല്ല, പരസ്പരമുള്ള ശത്രുതയിൽ നിന്നും. അപ്രകാരമായി മാറുന്നത് കൊണ്ടാണ് ദൈവപുത്രൻ മാനുഷിക അധികാരങ്ങൾക്ക് വിധേയപ്പെടുന്നത്. തന്നെ എതിർക്കുന്ന ഒരാളെയും
ക്രിസ്തു എതിർക്കുന്നില്ല. ഒരാളെയും തിരിച്ചടിക്കാൻ പറയുന്നില്ല. ശിമയോനോട് പറയുന്നതിന്റെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ. അതുകൊണ്ട് നീ ആ പ്രവൃത്തിയിലേക്ക് പോകരുത്. പഴയ നിയമത്തിൽ ശത്രുതയെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ പഴയ നിയമത്തിന്റെ ചായ്ച്ചിൽ പലപ്പോഴും നമ്മെ പിടികൂടാനും ഇടയുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വിഭിന്നരാണ് നമ്മളെന്ന ചിന്തയല്ല നമ്മൾ ഉണ്ടാകേണ്ടത്. മറ്റുള്ളവർക്കെല്ലാം വേണ്ടി ആയിത്തീരുന്നവരാണ് നമ്മളെന്ന ചിന്തയാണ്. ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ഒക്കെ വൈവിധ്യമുള്ളതാണ് ലോകം. ഒരു കൂടിക്കലർന്ന ലോകമാണ്. ആ ലോകത്ത് നമ്മൾ വിശുദ്ധരായി വേർതിരിക്കപ്പെട്ടവരായി നിൽക്കുക എന്ന് വെച്ചാൽ ലോക താല്പര്യങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരായി നിൽക്കുക, എല്ലാവരോടും കൂടെ ആയിരിക്കുക. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയാണ് നമ്മളെന്നും എല്ലാവരുടെയും കൂടെയാണെന്നും എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണെന്നും ഫ്രാൻസിസ് പാപ്പ പഠിപ്പിച്ചതുപോലെ നാം സഹോദരർ എന്നൊരു ബോധത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ശത്രുവായിട്ട് ആരാ ഉള്ളത്? പ്രതിദ്വന്ദ്വി ആരാ? നമുക്കാരാണ് ശത്രു? നമ്മെ സംബന്ധിച്ച് ശത്രു പിശാച് മാത്രമാണ്. യേശുക്രിസ്തുവിൽ തോൽപ്പിക്കപ്പെട്ട പിശാച് മാത്രമാണ് നമ്മുടെ ശത്രു. അവന്റെ പ്രലോഭനമാണ് ഈ ശത്രുവിനെ സ്നേഹിക്കണമെന്നതിനെതിരായി നമ്മുടെ അകത്തുണ്ടാകുന്ന വിചാരങ്ങൾ. അത് നമ്മൾ തിരിച്ചറിയണം. ലോകത്തിന് മുൻപിൽ എന്ത് പ്രകാശമാണ് നമുക്ക് കൊടുക്കാനുള്ളത്? ഈ ലോകത്തോട് നമുക്ക് പറയാനുള്ളത് സ്നേഹത്തെക്കുറിച്ചാണ്. അത് വെളിപ്പെടുത്തുന്നത് കുരിശിൽ രക്തം ചിന്തിക്കൊണ്ടാണ്. എല്ലാവർക്കും വേണ്ടി രക്തം ചിന്തിക്കൊണ്ട്. യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് തന്നെ കുരിശിൽ തറച്ചു കൊല്ലുന്നവർക്ക് വേണ്ടി കൂടിയാണ്, സകല മനുഷ്യർക്കും വേണ്ടിയാണ്. അവനിലേക്ക് തിരിയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ശിഷ്യത്വത്തിന്റെ പ്രവൃത്തികൾ ലോകത്ത് വെളിപ്പെടുത്താൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ വിളിക്കപ്പെട്ട നാം, എല്ലാവരെയും സ്നേഹിക്കാൻ വിളിക്കപ്പെട്ട നാം, ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യാൻ വിളിക്കപ്പെട്ട നാം, ഒരു കർണത്തടിക്കുമ്പോൾ മറുകരണം കാട്ടിക്കൊടുക്കാൻ വിളിക്കപ്പെട്ട നാം, സ്നേഹത്തിന്റെ പതാക വാഹകരായി ആനുകാലികളോത്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ട നാം, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് ആരെ ചൂണ്ടി പറഞ്ഞാലും അവിടെ അബദ്ധം സംഭവിക്കും. അതുകൊണ്ട് ഒന്ന്, മതതീവ്രവാദം എന്നത് ഒരു മതത്തിന്റെ പ്രവൃത്തിയല്ല. ഒരു മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ അധികാരം കൈയാളാൻ ആളുകൾ നടത്തുന്ന ശ്രമങ്ങളാണ് വർഗീയവാദം. അത് നമ്മൾ തിരിച്ചറിയണം. നമുക്കും പലപ്പോഴും വന്നുകൂടുന്നൊരു പ്രശ്നമാണ്. എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ ആളുകൾ, ഈ നമ്മുടെ ആളുകൾ എന്ന് പറയുന്നൊരു മതമൗലികവാദമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ, ബൈബിൾ കത്തിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകളെക്കാണ് നമുക്ക് മനസ്സിൽ വിഷമം തോന്നുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അവരുടെയും ദൈവമാണ് യേശുക്രിസ്തു. അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവർക്ക് വേണ്ടി കൂടി കുരിശിൽ മരിച്ച ഒരാൾ. മറ്റൊരുവന്റെ സേവകനെ വിധിക്കാൻ നമ്മളാരാണ്? ദൈവത്തിന്റെ മക്കളാണവരും. അവരെതിർക്കാൻ നമ്മളാരാണ്? നമ്മൾ എതിർക്കുന്നത് ആശയഗതികളെയാണ്. നമ്മൾ എതിർക്കുന്നത് ഈ ലോകത്ത് അസഹിഷ്ണുത വരുത്തുന്ന സിദ്ധാന്തങ്ങളെയാണ്. നമ്മൾ എതിർക്കുന്നത് മനുഷ്യരെയല്ല. അത് ഹൃദയത്തിൽ ഉറപ്പിക്കണം. അതുകൊണ്ട് ഏത് മതമാണെന്ന് പറഞ്ഞാലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവൻ സഭയുടെ ഭാഗമാണ് എന്ന കാര്യം ഓർക്കണം. സഭയ്ക്ക് പുറത്ത് പിശാച് മാത്രമേ ഉള്ളൂ. സഭ സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ്. മതാചാരങ്ങൾ കൊണ്ടും ഭാഷ കൊണ്ടും വേഷം കൊണ്ടും ജീവിത രീതി കൊണ്ടും വിവിധരായിരിക്കുന്ന പലരായിരിക്കുന്ന നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്നും യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്നും എല്ലാവരുടെയും നാഥനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്നും നമുക്ക് ബോധ്യമുണ്ടാകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഹൃദയം കൊണ്ട് തള്ളിക്കളയാതെ സ്വീകരിക്കുകയും അവരെ ഹൃദയത്തിൽ അവരുടെ കുറവുകളോടെ അംഗീകരിക്കുകയും ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന കാര്യം ഓർക്കണം. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് എൻ്റെ സ്വന്തം അഭിപ്രായമല്ല, അല്ലെങ്കിൽ സ്വന്തം എൻ്റെ കണ്ടെത്തലല്ല, ഞാൻ പറയുന്നൊരു കാര്യമല്ല. എന്നെ അംഗീകരിക്കേണ്ട, പക്ഷേ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ നമുക്കൊരു കടപ്പാടില്ലേ എന്ന കാര്യം ഹൃദയത്തിലൊന്ന് പരിശോധിക്കണം. അതാണ് അതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. പഴയ നിയമത്തിലെ ക്രൂരതകൾ, ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചാണ്. ബഹുഭാര്യത്വം അനുവദിച്ചതും ദാവീദിന് വെപ്പാട്ടിമാരുണ്ടായിരുന്നതും ഇതെല്ലാം ദൈവം അനുവദിച്ചത് എന്തുകൊണ്ടാണെന്ന് പറയാമോ എന്നാണ് ചോദ്യം. അത് വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് അതും ഈ ചോദ്യോത്തര പരിപാടിയിൽ എടുക്കാം. ഒന്ന്, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ നിയമം എന്ന് പറഞ്ഞ് നമ്മൾ ആദരിക്കുന്നത് 10 പ്രമാണങ്ങളെയാണ്.
പഴയ നിയമഗ്രന്ഥങ്ങളെല്ലാം എടുക്കുന്നത്, അല്ലെങ്കിൽ പഴയ നിയമകാല ചരിത്രം എന്ന് പറയുന്നത് യഹൂദ ജനത്തിന്റെ ജീവിതമാണ്. അത് യഹൂദ മതത്തിന്റെ പ്രമാണം. 10 കൽപ്പനയായി ദൈവം നൽകിയ കൽപ്പനകൾ 613 വിലക്കുകളും നിയമങ്ങളുമാക്കി മാറ്റുന്നത് യഹൂദ മതം. ഇനി ഈ 10 കൽപ്പന കൊടുക്കുമ്പോൾ ആദ്യത്തെ 4 കൽപ്പനകൾ പോസിറ്റീവ് കൽപ്പനകളാണ്. അവിടെ ഒന്നും നിഷേധാത്മകമായിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, കർത്താവിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, കർത്താവിന്റെ ദിനം പരിശുദ്ധമായി ആചരിക്കണം. തുടർന്ന് കൊല്ലരുത്, അരുതുകൾ വരികയാണ്. കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത് എന്നിങ്ങനെ കൽപ്പനകൾ, അരുതുകൾ വരികയാണ്. എന്തുകൊണ്ടാണ് ദൈവം അപ്രകാരം ഈ അരുതുകൾ പറയുന്നത്? നിലനിന്നിരുന്ന അന്നത്തെ സാഹചര്യങ്ങളിൽ, അന്നത്തെ സാംസ്കാരികമായ ജീവിതത്തിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ ഈ കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പഴയ നിയമ കാലഘട്ടം ഒരു ഗോത്ര സംസ്കാരത്തിന്റെ കാലമാണ്. ഗോത്ര സംസ്കാരം എങ്ങനെയുള്ളതാണ്? അത് കൊലപാതകമുള്ളതാണ്. ശത്രുക്കളെ കൊന്നുകളയുക എന്നുള്ളതാണ് ഗോത്രീയമായ സ്വഭാവം. പഴയ നിയമം എന്ന് പറയുന്ന ആ സാധ്യതയെ, കൽപ്പനകളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പഴയ നിയമത്തെ നമ്മൾ പ്രമാണിക്കുന്നവരായി മാറുമ്പോൾ ഈ ഗോത്രീയ സ്വഭാവം അറിയാതെ നമ്മിലേക്ക് വരും. നാം അല്ലാത്തതെല്ലാം പുറത്ത്, പരിവർജകത്വം അതിനുണ്ട്. അത് കൊല്ലരുത് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാത്തവരെ കൊന്നുകളയും. നന്മ ചെയ്യാൻ വേണ്ടിയുള്ള സാപത്തിനെ അതിന്റെ പുറം പൂച്ച് മാത്രം എടുത്തിട്ട് സാപത്തിൽ 60 സ്ഥാദിയോണിക്കുള്ളിൽ നടക്കാൻ പാടില്ല, കിടക്കെടുക്കാൻ പാടില്ല, ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ 100 വിലക്കുകൾ ഉണ്ടാകും. കാരണം അത് മതത്തിന്റെ സ്വഭാവമാണ്. അത് ഗോത്രീയമായ ഒരു കാലഘട്ടത്തിലാണ്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നൊക്കെ കൽപ്പന നൽകുന്നത്, അതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ആ കൽപ്പന നൽകേണ്ട കാര്യമില്ലല്ലോ. ജനം അപ്രകാരമായിരിക്കുന്നു, കൊല്ലുന്നു, വ്യഭിചാരം ചെയ്യുന്നു, കള്ളസാക്ഷ്യം പറയുന്നു, മോഷ്ടിക്കുന്നു. അതൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനോടാണ് പറയുന്നത് കൊല്ലരുത്. അപ്പൊ അതിനർത്ഥം ദൈവം അനുവദിച്ചതാണെന്നാണോ? അല്ല. മനുഷ്യ സമൂഹം യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് പാപത്തിന് അടിമകളായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രവൃത്തികൾക്കകത്ത് മുഴുകിയിരുന്നു, പാപത്തിന് അടിമകളായിരുന്നു. അങ്ങനെ അടിമകളായിരുന്നൊരു സമയത്താണ് കൽപ്പനയിലൂടെ പറയുന്നത് കൊല്ലരുത്. അതിനർത്ഥം അന്ന് കൊലപാതകം ചെയ്യാൻ മനുഷ്യർ തയ്യാറായിരുന്നു, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ നടന്നിരുന്നു. ഗോത്രീയ സംസ്കാരം കൊലപാതകങ്ങളുടെ ചരിത്രമാണ് നമ്മോട് പറയുന്നത്. ശത്രുതാ മനോഭാവത്തിന്റെ പ്രവൃത്തിയാണ്. അവിടെ അത് അരുതെന്നാണ് പറയുന്നത്. ഈ പറയുന്ന കൽപ്പന, കൊല്ലരുത് എന്ന കൽപ്പന, യേശുക്രിസ്തുവിലേക്ക് വരുമ്പോഴോ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ സഹോദരനെ ബോഷ എന്ന് വിളിക്കരുത്, സഹോദരനോട് കോപിക്കരുത്, കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാവും. പഴയതിനെ പൂർത്തീകരിക്കുന്ന കൊല്ലരുത് എന്ന കൽപ്പനയെ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പഴയ നിയമകാലത്തുണ്ടായിരുന്ന ഈ അക്രമ പ്രവർത്തികളെ മുഴുവൻ തള്ളിക്കളയുന്നുണ്ട്. കൊല്ലരുത് എന്ന കൽപ്പനയെ അതിന്റെ പരിപൂർണമാക്കുന്ന ക്രിസ്തുവിൽ അത് സഹോദരനെതിരെ കോപിക്കരുത്, ബോഷ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിനുള്ള ജീവിതത്തിന്റെ കൂടുതൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശ്ലീഹ പറയാണ്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, സഹോദരനെ സ്നേഹിക്കാത്തവനോ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. നമ്മൾ ഏത് ഭാഗത്താണ് നിൽക്കുക? നമ്മൾ എന്തിനാണ് പഴയ നിയമത്തെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അതിൽ വ്യാകുലപ്പെടുന്നത്? പഴയ നിയമം അതാ, അത് ക്രൈസ്തവന്റെ ബാധ്യതയല്ല. പഴയ നിയമകൽപ്പനയെ 10 പ്രമാണങ്ങളെ പൂർത്തീകരിക്കുന്നു ക്രിസ്തുവിൽ. അതുകൊണ്ട് നിയമത്തിന്റെയും പ്രവചനത്തിന്റെയും പൂർത്തീകരണമാണ് ക്രിസ്തു. ക്രിസ്തു പരിപൂർണതയിലേക്ക് കൊണ്ടുവരുന്നു. കൊലപാതകത്തെ, കൊല്ലരുത് എന്ന കൽപ്പനയെ കോപിക്കരുത്, ബോഷ എന്ന് വിളിക്കരുത് എന്നിടത്തേക്ക് യേശു കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവിൽ കൂടുതൽ വളർച്ചയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ജീവിതം കൊണ്ട് അനുഭവബോധ്യത്തോടെ മുൻപോട്ട് പോകുന്ന സമൂഹം പറയുന്നു, നിങ്ങൾ സഹോദരനെ വെറുക്കരുത്, സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു.
അപ്പൊ അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണത്തെ എവിടെയാണ് കാണേണ്ടത്? പഴയ നിയമത്തിന്റെ ഈ ബാധ്യത നാം ചുമക്കേണ്ടതില്ല, അത് ക്രിസ്തുവിൽ നീക്കപ്പെട്ടതാണ്. ഇനി അന്ന് ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. ബഹുഭാര്യത്വം ദാവീദിന് മാത്രമല്ല, രാജാക്കന്മാരൊക്കെ എന്താ ചെയ്തിരുന്നത്? അവർക്ക് കൂടുതൽ സമ്പത്തുണ്ട്, അവരെല്ലാം വെട്ടിപ്പിടിക്കുന്നവരാണ്, അവരിഷ്ടമുള്ളവരെയൊക്കെ ഭാര്യമാരായി സ്വീകരിക്കും. അങ്ങനെ ആണധികാരത്തിനൊരു ലോകമുണ്ടായിരുന്നു. ആ ലോകമാണ് പഴയ നിയമത്തിൻ്റെത്. ആ പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ബാധ്യസ്ഥരല്ല. കാരണം നമ്മൾ പഴയ നിയമത്തെ അല്ല പ്രമാണിക്കുന്ന, യേശുക്രിസ്തുവിനെയാണ്. ക്രിസ്തു എന്താ പറഞ്ഞത് ബന്ധത്തെക്കുറിച്ച്? അത് ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ടും പുരുഷൻ സ്ത്രീയോട് ചേരുന്ന സമ്പൂർണതയുടെ പ്രവൃത്തിയായിട്ടുമാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. വിവാഹത്തെക്കുറിച്ച് ക്രൈസ്തവ കാഴ്ചപ്പാട് പിന്നെയും വളരുമ്പോൾ, മുൻപോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് അത് സ്വയമുപേക്ഷയുടെ വഴിയാണെന്ന നിലയ്ക്കാണ്. അങ്ങനെയാണ് കൗതാശികമായ ഒന്നായിട്ട് വിവാഹം മാറുന്നത്. അതുകൊണ്ട് ബഹുഭാര്യത്വം അന്നുണ്ടായിരുന്നു. അത് ദൈവം അനുവദിച്ചതെന്നല്ല, അത് മനുഷ്യൻ പാപം ചെയ്തതിന്റെ ഭാഗമായിട്ട് ശേഷിക്കുന്ന കാര്യങ്ങളാണ് ബഹുഭാര്യത്വം അടക്കം. അത് ഗോത്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ ചരിത്രഘട്ടത്തിലാണ് കൽപ്പനകൾ നൽകപ്പെടുന്നത്, അരുത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം. ഇത് സഭയുടെ ആദിമഘട്ടത്തിൽ വരെ ഉണ്ട്. 1 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ മെത്രാന്മാർ ഏകപത്നി വ്രതക്കാരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ബഹുഭാര്യത്വം പാടില്ല മെത്രാന്മാർക്ക് എന്ന് പറയുന്നുണ്ട്. അതാ സമൂഹത്തിനകത്ത് ബഹുഭാര്യത്വം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ചരിത്രം വരെ എടുത്തു നോക്കിയാൽ ഒരു 50 കൊല്ലം മുൻപ് വരെ, അല്ലെങ്കിൽ 60 കൊല്ലം മുമ്പ് വരെ കേരളത്തിൽ ബഹുഭാര്യത്വം സാമാന്യഗതിയിൽ നിലനിന്നിരുന്നു. വിശ്വാസം വിവാഹത്തിന്റെ അനന്യതയെ ക്രിസ്തുവിലുള്ള ബന്ധമായി തിരിച്ചറിയുന്ന കാലഘട്ടം മുമ്പ് വരെ മനുഷ്യ സമൂഹത്തിനകത്ത് നിലനിന്നിരുന്ന കാര്യമാണ് ബഹുഭാര്യത്വം. അപ്പൊ അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, ഈ പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒരു ബാധ്യതയായിട്ടോ ആരെങ്കിലും ആക്ഷേപിക്കുമ്പോൾ അത് വിഷമിക്കേണ്ട കാര്യമില്ല. പഴയ നിയമകാലത്ത് അങ്ങനെയായിരുന്നു. അത് ക്രിസ്തുവിൽ മുൻപോട്ട് വന്നപ്പോൾ മാറി. പരിശുദ്ധാത്മാവിൽ നാം ഇന്ന് കൂടുതൽ മെച്ചപ്പെട്ടവരായി മാറുന്നു. എങ്ങനെ? സ്ത്രീയെ കൂടുതൽ മാനിക്കേണ്ടതാണെന്നും വിവാഹത്തിന്റെ ധാർമ്മികത നാം വിചാരിക്കുന്നത് പോലെ ബാഹ്യാചാരമായി കൊണ്ടു നടക്കുന്നതല്ലെന്നും അത് ഒരു ജീവിത പ്രയോഗം വഴി സ്വയമുപേക്ഷയുടെ മാർഗമായി മാറേണ്ടതാണെന്നും സ്വയാർപ്പണത്തിന്റെ വേദിയാണെന്നും നാം തിരിച്ചറിയുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ഒരു വളർച്ചയും ഉയർച്ചയുമാണ് ക്രിസ്തുവിൽ നാം കാണേണ്ടത്. അതുകൊണ്ട് പഴയ നിയമം ഒരു ബാധ്യതയായിട്ട് നമ്മൾ കരുതരുത്. 3-ാമത്തെ ചോദ്യം കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂരിലുണ്ടായ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ്. ഒരു അമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്യാനിടയായി. അതിദാരുണമാണ് ആ സംഭവം. നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധമില്ലാതെ പോകുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് വിശ്വാസികളായ 3 പേർ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ അടുത്ത് മറ്റുള്ളവർ വേദന അനുഭവിക്കുന്നു, നിരാശ്രയരായിരിക്കുന്നു, നിരാലംബരായിരിക്കുന്നു, അവർക്ക് ആശ്വാസം ലഭിക്കുന്നില്ല എന്ന കാര്യം നമ്മുടെ ഉത്തരവാദിത്വരഹിതമായ ജീവിതത്തിന്റെ ഫലമാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി അതിനെ മുതലെടുക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അതിൽ സഭയുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവിടെയുള്ള ആശുപത്രികളുമായി ബന്ധപ്പെട്ട സ്ഥാനത്ത് ഇടവകയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ വീഴ്ചകൾ, കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അവയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കൊന്നും ഇടപെടുന്നില്ല. കാര്യം അതിന്റെ പൂർണ്ണമായ കാരണങ്ങളെക്കുറിച്ചൊന്നും വ്യക്തതയില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറയാൻ നമുക്ക് സാധ്യമല്ല. വസ്തുനിഷ്ഠമായിട്ട് പറയണമല്ലോ പറയും. കഴിഞ്ഞ ദിവസം FBയിൽ വന്ന ഒരു സന്ദേശത്തിൽ ഒരു സന്യാസ സമൂഹത്തിന്റെ അംഗമെന്ന നിലയ്ക്ക് ഒരു സിസ്റ്റർ ഇട്ട ഒരു പോസ്റ്റ് ശ്രദ്ധിക്കാനിടയായി. അതിൽ പറയുന്നത് ഈ 3 പേരുടെ ചിത്രം ഇട്ടിട്ടാണ് ആരും ഇങ്ങനെ ചെയ്യരുതേ എന്ന് പറയുന്നു. നമ്മൾ ഈ ദാരുണ സംഭവങ്ങളെപ്പോലും ഇങ്ങനെ അവനവന്റെ മഹിമ പറയാനായിട്ട് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നു. ക്രൈസ്തവർ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യണമെന്ന് മഹത്തായ കാര്യമൊന്നുമല്ല, അതും നമ്മുടെ കടമയാണ്, ധർമ്മദാനമാണ്. അവരിനെ കരുതാത്ത സ്വഭാവം നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമായി സംഭവത്തെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ചുറ്റുവട്ടത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഘോരമായ പീഡനം അവർ പുറത്തു പറയുന്നില്ല, പക്ഷേ ഇങ്ങനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. 100 തരം വിലക്കുകളും അടിമത്തവും നമ്മുടെ സ്ത്രീകൾ അനുഭവിക്കുന്നു.
വിശ്വാസികളുടെ കുടുംബങ്ങൾക്കകത്ത് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ട് എന്ന കാര്യം പരമാർത്ഥമായിട്ട് അംഗീകരിക്കുന്നു. കുടുംബജീവിതത്തിന്റെ മഹത്വവും ദാമ്പത്യത്തിന്റെ മഹിമയൊക്കെ പറയുന്ന നമ്മളാണല്ലോ. ആ മഹിമ പറയുമ്പോൾ ഓർക്കണം, ഇങ്ങനെ സ്ത്രീകൾ വീടിനകത്ത് അടച്ചുപൂട്ടപ്പെടുകയും ഘോരമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പെണ്ണ് എന്നത് സഹിക്കാനും അടിമയായിരിക്കാനും ഭോഗിക്കാനുമുള്ളതാണെന്ന ചിന്ത നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട്. അത് തിരുത്താൻ വേണ്ട നടപടികൾ, ധാർമ്മിക ബോധം ഉയർത്താനുള്ള തീരുമാനങ്ങൾ, സാമൂഹ്യമായി ഇടപെടാനുള്ള തീരുമാനങ്ങൾ നമുക്കുണ്ടാകണം. കുറവും പോരായ്മയില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. സ്ഥാപനങ്ങൾക്ക് പിഴവുണ്ട്, അതിന് മേധാവികളായിരിക്കുന്നവർക്ക് പിഴവുകളുണ്ട്. ഇടവക സമൂഹത്തെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോകുന്ന ക്രമക്കേടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാം. അതൊക്കെ തിരുത്തൽ ശക്തിയായി മാറുന്നത് വിശ്വാസികളാണ്. നമ്മുടെ ഇടവകയിലും നമ്മുടെ ചുറ്റുവട്ടത്തും അതിക്രമം ഉണ്ടാകുമ്പോൾ, പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർ ദുഃഖത്തിലേക്ക് ആഴുമ്പോൾ, നിരാശപ്പെട്ടു പോകുമ്പോൾ, ജീവിക്കാൻ ഗതിയില്ലാണ്ടാവുമ്പോഴൊക്കെ ഇടപെടാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമുള്ളവരാണ് ഞാനും നിങ്ങളും. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് അതിനെക്കുറിച്ച് പോസ്റ്റിട്ടും കവിത രചിച്ചും സുഖിക്കുകയല്ല വേണ്ടത്. ഓർക്കണം, നമ്മുടെ ചുറ്റുവട്ടത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ണീർ വീഴുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ അധാർമികമായി ജീവിക്കുമ്പോൾ അതിനെതിരെ നിലപാടെടുക്കാൻ, ഇടപെടാൻ ശേഷിയുള്ളവരായി നമ്മൾ മാറണം. വിശക്കുന്നവന് ഭക്ഷണവും ദാഹിക്കുന്നവന് വെള്ളവും വസ്ത്രമില്ലാത്തവന് വസ്ത്രവും പാർപ്പിടമില്ലാത്തവരെ വസതിയിൽ സ്വീകരിക്കുന്നതും മാത്രമല്ല, അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ധാർമ്മിക ബോധത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ ഉയർത്താൻ കഴിയണമെന്നുള്ളത് ബാധ്യതയാണ്. കാരണം അവിടെ നമ്മളാണ് ലോകത്തിന് പ്രകാശമാകാന്ന് പറഞ്ഞു വന്നേക്കുന്നത്. ആ പ്രകാശം തന്നെ ഇരുട്ടായി പോയാലോ? അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുമ്പോഴും സ്വയം വിമർശനപരമായി ക്രൈസ്തവ വിശ്വാസധാരയ്ക്കകത്തായിരിക്കുന്നവർ, തിരുസഭയ്ക്കകത്തായിരിക്കുന്നവർ ഈ ധാർമ്മിക ബോധത്തിലും ഉത്തരവാദിത്വത്തിലും വീണു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും അവിടെ വേണ്ട രീതിയിൽ ഇടപെടാനും കഴിയുന്ന ശേഷിയായി നമുക്ക് തന്നെ മാറേണ്ടതുണ്ട്. അത് പുറത്തുനിന്ന് ചെയ്യാവുന്ന പ്രവൃത്തിയല്ല. അതുകൊണ്ട് അത്തരത്തിൽ ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടാവുമ്പോൾ വേദനിക്കേണ്ട കാര്യമില്ല. ഒപ്പം തന്നെ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഇട്ട് ഈ വേദനിക്കുന്നവരെ, അനാഥരായവരെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തു തന്നെയാണ് നാഥൻ. ആരാണ് അനാഥർ? എല്ലാവർക്കും നാഥനായ ക്രിസ്തു ഉണ്ട്. അതുകൊണ്ട് ഇത് സ്വയം മഹിമ വെളിപ്പെടുത്താനുള്ള, നന്മ ചെയ്യുന്നവർ എന്ന നിലയ്ക്കുള്ള ആ ലേബൽ കൊണ്ടുവരാനുള്ള പ്രവൃത്തികൾ ദയവ് ചെയ്ത് ചെയ്യരുത്. അത് വേദനിക്കുന്നവനെ കൂടുതൽ കൂടുതൽ ആക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ്, അടിക്കുന്ന പ്രവൃത്തിയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, 3 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും എടുത്തത്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും കൂടുതൽ സംവാദത്തിലേക്ക് വരികയും ചെയ്യാൻ നമുക്ക് കഴിയണം. നിങ്ങൾ പരമാവധി ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ശുശ്രൂഷയിൽ നമുക്ക് ഒന്നായി തീരാം. ശുശ്രൂഷയോട് സഹകരിക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമുക്ക് ഒന്നിച്ച് മുൻപോട്ട് നീങ്ങാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ക്രിസ്തു സ്നേഹം വിളമ്പുന്നതായി, വെളിപ്പെടുത്തുന്നതായി മാറാൻ, അവരിന് നന്മ ചെയ്യുന്നവരായി മാറാൻ ഞങ്ങളെ കരുത്തുള്ളവരാക്കി മാറ്റണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.